സനാതന സംസ്കാരത്തിലുണ്ടായിരുന്ന സകല അധാർമിക പ്രക്രിയകൾക്കും ആ സംസ്കാരം തന്നെ വളരെ വിദഗ്ധമായി നിയമങ്ങളും ന്യായങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അവയ്ക്ക് ഇന്ന് ലോജിക്കില്ലെങ്കിലും ഭക്തി, വിശ്വാസം എന്നിവയുടെ മറവിൽ അത്തരം നിയമങ്ങൾക്കും ന്യായങ്ങൾക്കും അംഗീകാരം ലഭിച്ചിരുന്നു. ദൈവഭയമെന്ന തുറുപ്പ് ചീട്ട് കളിച്ച് ഇതെല്ലാം വിശ്വാസികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു വിചിത്രമായ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. മുനിമാരും ഋഷിമാരും മാംസാഹാര പ്രിയരായിരുന്നു. പക്ഷേ രാജാക്കന്മാർ തുടങ്ങിയവരുടെ അതിഥികളായി പോകുമ്പോഴോ യാഗങ്ങളുടെ ഒടുവിലോ ആയിരുന്നു ഈ മാംസഭക്ഷണം സുലഭമായി കഴിക്കാൻ മുനിമാർക്ക് കഴിഞ്ഞിരുന്നത്. എല്ലാം മറ്റുള്ളവരിൽ നിന്നും ഇരന്നു വാങ്ങി കഴിക്കുകയാണല്ലോ അല്ലെങ്കിലും മുനിമാരുടെ ഒരു പണി. അപ്പോൾ എന്നും ആരുടെയെങ്കിലും അതിഥിയായി പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും യാഗം ചെയ്യാനുള്ള അവസരം ലഭിക്കണം. അന്നത്തെ കാലത്ത് യജ്ഞവും യാഗവുമെല്ലാം സുലഭമായിട്ടുണ്ടായിരുന്നതിനാൽ മാംസാഹാരത്തിന് യാതൊരുവിധ മുട്ടും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ അഹിംസ എന്ന ഒരാശയം സനാതനധർമ്മത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഈ യാഗത്തിൽ കൊന്നെടുക്കുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ വിശ്വാസികൾക്ക് ഒരു സംശയം വന്നേക്കാം. ആ സംശയം മാറ്റാൻ, ആ സംശയം വിശ്വാസികൾക്ക് തോന്നാതിരിക്കാൻ സനാതനധർമ്മം നിശ്ചയിച്ചുറപ്പിച്ച് പ്രചരിപ്പിച്ച ഒരു വിചിത്രമായ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ചാർവാകൻ പറയുന്നത്. അതായത് യാഗത്തിൽ വധിക്കപ്പെടുന്ന മൃഗങ്ങളെക്കുറിച്ച് ആരും വിഷമിക്കേണ്ടതില്ല എന്നു മാത്രമല്ല, സന്തോഷിക്കാനുള്ള വക കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സനാതന ആചാര്യന്മാർ. അതായത് യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ് പോകുക. അവർ പ്രത്യേകിച്ച് യാതൊരു പുണ്യകർമ്മവും ചെയ്യേണ്ടതില്ല. യാഗത്തിൽ ചത്തുവീണാൽ മാത്രം മതി, നേരെ സ്വർഗത്തിലെത്താം. പല ഗ്രന്ഥങ്ങളിലും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഭക്തന്മാരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ദേവി ഭാഗവതം. ഭാഗവത പാരായണം എന്ന ഭക്തർക്ക് പ്രിയപ്പെട്ട ചടങ്ങിൽ പാരായണം ചെയ്യുന്ന ഒരു പ്രമുഖ ഗ്രന്ഥം കൂടിയാണ് ഇത്. ഈ സനാതന ഗ്രന്ഥത്തിൽ ബലി കൊടുക്കപ്പെടുന്ന മൃഗങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വ്യക്തമായി തന്നെ പറയുന്നു. യാഗത്തിന് ബലി കൊടുക്കുന്ന മൃഗം സ്വർഗത്തിൽ നേരിട്ടെത്തും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. പറയുന്നുണ്ട്. മൃഗങ്ങളെ ബലി കൊടുക്കുന്ന കാര്യം ആ ഗ്രന്ഥത്തിൽ പറയുന്നതും കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ബലിമൃഗത്തിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചാർവാകൻ പറഞ്ഞു തരാം. ദേവി ഭാഗവതത്തിൻ്റെ 3:26-32 പറയുന്നു, നോക്കുക. മാംസാശനം യേ കുർവന്തി തൈ കാര്യം പശുഹിംസനം മഹിഷാജ വരാഹാണാം ബലിദാനം വിശിഷ്യതേ. യേ മാംസാശനം, ആരാണോ മാംസഭക്ഷണം കുർവന്തി കഴിക്കുന്നത്, തൈഹി അവർ പശുഹിംസനം കാര്യം മൃഗങ്ങളെ ദേവിക്ക് ബലി നൽകണം. മഹിഷാജ വരാഹാണാം, മാത്രമല്ല പോത്ത്, ആട്, കാട്ടുപന്നി എന്നീ മൃഗങ്ങളെ ബലിദാനം, ദേവിക്ക് ബലി അർപ്പിക്കുന്നത് വിശിഷ്യതേ, ഏറ്റവും വിശേഷപ്പെട്ടൊരു കാര്യമാണ്. നോക്കുക, പോത്ത്, ആട്, കാട്ടുപന്നി എന്നീ മൃഗങ്ങളെ ദേവിക്ക് ബലി നൽകണം എന്ന് തന്നെ വേദവ്യാസൻ ജനമേജയ രാജാവിനോട് പറയുകയാണ്. ഇവിടെയാണ് യാഗത്തിൽ വധിക്കുന്ന മൃഗങ്ങളുടെ വേദനയെക്കുറിച്ച് ഓർത്തിട്ടാവണം ആ നീചപ്രവൃത്തിയെ ഒരു സത്പ്രവൃത്തിയാക്കി മാറ്റുന്ന മാജിക്ക് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. 3:26-33 പറയുന്ന ഭാഗമാണിത്. ദേവ്യാഗ്രേ നിഹതായാന്തി പശവസ്വർഗമവ്യയം ന ഹിംസ പശുജാ തത്ര നിഘ്നതാം തത്കൃതേനഖ. ദേവ്യാഗ്രേ, ദേവിയുടെ മുന്നിൽ, നിഹതാഹ പശവഹ, കൊല്ലപ്പെടുന്ന പശുക്കൾ, അവ്യയം സ്വർഗം, ഒരിക്കലും നശിക്കാത്ത സ്വർഗത്തിലേക്കാണ് യാന്തി പോകുന്നത്. ഹേ അനഘ, അല്ലയോ പാപമില്ലാത്തവനെ, ജനമേജയ രാജാവേ, തത്ര, അവിടെ, ബലി നൽകുന്ന ഇടത്ത്, പശുജാഹിംസ, പശുക്കളെ കൊല്ലുന്നതിൽ നിന്നുണ്ടാകുന്ന ആ ഹിംസ എന്നത്, ന ഹിംസ, ഒരു ഹിംസയേ അല്ല, അതൊരു പാപമേ അല്ല. തത്ര, ദേവിക്ക് ബലി നൽകുന്ന ആ സന്ദർഭത്തിൽ, നിഘ്നതാം, പശുക്കളെ വധിക്കുക എന്നത്, തത്കൃതേ ഏവ, ദേവിക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്.
നോക്കുക, ദേവിക്ക് വേണ്ടിയുള്ളതായതിനാൽ ആ ദേവിക്ക് വേണ്ടി ബലി കൊടുക്കപ്പെടുന്ന മൃഗങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന സൂത്രപ്പണി ഇവിടെ കാണാം. കാരണം അവിടെ ബലി കൊടുക്കപ്പെടുന്ന മൃഗങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന ഒരു വമ്പൻ ഓഫറാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. ഇക്കാര്യം സനാതന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് വ്യാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നോക്കുക, 3:26-34 പറയുന്നു. തൊട്ടടുത്ത ശ്ലോകം തന്നെയാണ്. അഹിംസ യാജ്ഞികീ പ്രോക്ത സർവശാസ്ത്ര വിനിർണയേ ദേവതാർത്ഥോ വിസൃഷ്ടാനാം പശുനാം സ്വർഗതിർധ്രുവ. സർവശാസ്ത്ര നിർണയേ, വേദങ്ങൾ പോലുള്ള സർവശാസ്ത്രങ്ങളിലും പ്രോക്ത പറഞ്ഞിട്ടുള്ള യാജ്ഞികി ബലി നൽകുന്ന ഈ യജ്ഞങ്ങൾ അഹിംസ ഏവ, ഹിംസയല്ല, അത് അഹിംസയാണെന്ന് അദ്ദേഹം അവിടെ പറയുന്നു. ദേവതാർത്ഥേ, എന്തുകൊണ്ടാണ്? കാരണം ദേവതയ്ക്കു വേണ്ടി വിസൃഷ്ടാനാം കൊല്ലപ്പെടുന്ന പശൂനാം പശുക്കൾക്ക് സ്വർഗദിഹി ധ്രുവ ഏവ, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് യാഗത്തിൽ കൊല്ലുന്ന പശുക്കളുടെ ഹിംസ എന്നത് ഹിംസയല്ല, അഹിംസയാണെന്ന് കരുതിക്കൊള്ളണം. വേദഗ്രന്ഥങ്ങൾ പോലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പിൻബലം പോലും വ്യാസൻ ഇവിടെ അവകാശപ്പെടുകയാണ്. യാഗത്തിൽ മൃഗങ്ങളെ ബലി നൽകുന്നത് ഒരു ഹിംസയല്ല എന്നും അത് അഹിംസയായിട്ട് കണക്കാക്കിക്കൊള്ളണമെന്നും, കാരണം യാഗത്തിൽ മരിക്കുന്ന പശുക്കൾക്ക് സ്വർഗം ഉറപ്പായിട്ടും കിട്ടുമെന്നതിനാൽ അതൊരു ഹിംസയല്ല, അഹിംസയാണ്, പുണ്യമാണ്. അതിനാൽ യാഗത്തിൽ ഇഷ്ടം പോലെ പശുക്കളെ കൊല്ലാം എന്നതാണ് സനാതനധർമ്മത്തിലെ ശ്രേഷ്ഠമായ ആ നിയമം. ഇത്തരം വികൃതമായ ആശയങ്ങൾ കണ്ടിട്ടാണ് പണ്ട് ചാറുവാകൻ തന്നെ പറഞ്ഞത്, യാഗത്തിൽ കൊല്ലുന്ന മൃഗങ്ങൾ നേരെ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ തന്നെ ബലി കൊടുക്കുന്നില്ല? അങ്ങനെ ചെയ്താൽ സ്വന്തം അച്ഛൻ സ്വർഗത്തിൽ പോകുമല്ലോ എന്ന കുറിക്കുകൊള്ളുന്ന ട്രോളാണ് അന്ന് ചാറുവാകൻ നൽകിയത്. സനാതനധർമ്മത്തിൻ്റെ കുയുക്തികളിൽ ഒന്നാണ് ഇത് എന്നർത്ഥം. ഇത്തരം കുയുക്തികളിൽ കെട്ടിപ്പടുത്തതാണ് സനാതനധർമ്മത്തിൻ്റെ ഈ വികൃത സംസ്കാരവും അതിൻ്റെ ന്യായങ്ങളും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.